ഹലോ വാട്സ്ആപ്പ് ഗൈസ്, എല്ലാ മച്ചന്മാർക്കും ഡൂഡ്സ് ആർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നോ സ്കിൽ സെൻസിനെ പറ്റിയാണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഈ ഒരു നോ സ്കിൽ സെൻസിനെ പറ്റിയാണ് വീഡിയോ ഫുള്ള്. ഒരുപാട് പേര് ഇത് ഇത്ര രൂപ 500 രൂപ 600 രൂപ 700 രൂപ എന്ന് പറഞ്ഞിട്ട് പെയ്ഡായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു സംഭവം, നിങ്ങൾ പൈസ കൊടുത്ത് ഈ ഒരു സംഭവം മേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പറഞ്ഞായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും, ഈ ഒരു സംഭവം പൈസ കൊടുത്ത് മേടിക്കണോ വേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു നോ സ്കിൽ സെൻസി എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ഇന്ത്യൻ സെർവറിലോട്ട് വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത്. പണ്ടൊക്കെ ഇത് ബ്രസീലിയൻ സെർവറിലുള്ള പ്ലേയേഴ്സ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫെയർ ആയിട്ടുള്ള ഒരു സാധനമാണ്, അല്ലാതെ ഇത് ഹാക്കോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ ഒരു നോ സ്കിൽ സെൻസ് നിങ്ങൾ മേടിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഫുൾ റെഡ് ഒന്നും കയറില്ല. പാനൽ പ്ലേയേഴ്സിനെ പോലെ നിങ്ങൾക്ക് ഫുൾ റെഡ് ഒന്നും അടിക്കാനും പറ്റൂല. പക്ഷേ നിങ്ങളുടെ ഗെയിം പ്ലേയിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇനി ഈ ഒരു സംഭവം നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കണോ വേണ്ടോ എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഏതൊരു ഗെയിം കളിച്ചാലും ആ ഒരു ഗെയിം നമ്മൾ ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗെയിമിൽ പ്രോ ആകാൻ സാധിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോൺ ആണെന്ന് വെക്കുക, ആ സെയിം ഫോൺ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലും ഉണ്ട്. അതുകൊണ്ടൊക്കെ നിങ്ങളുടെ സെയിം കൺട്രോൾസ് സെൻസിറ്റിവിറ്റി എല്ലാം സെയിം ആണ്. പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഗെയിമിൽ നിങ്ങളെക്കായിട്ട് നല്ല രീതിക്ക് തന്നെ ബെറ്റർ ആണ്, നല്ല രീതിക്ക് അവൻ ഹെഡ് അടിക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ രണ്ട് കൺട്രോളും സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളും എല്ലാം സെയിം ആണെന്ന് വെക്കുക. എല്ലാം സെയിം ആയിട്ട് അവൻ നല്ല രീതിക്ക് തന്നെ ഹെഡ് ഷോട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ അവിടെ ആ ഒരു ഗെയിമിൻ്റെ സ്കിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അവൻ ആ ഒരു ഗെയിം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങളെക്കായിട്ട് ബെറ്റർ ആയിട്ട് അവനൊരു ഗെയിം കളിക്കാൻ പറ്റുന്നത്. ഒരു എനിമി എങ്ങനെ വന്നാൽ എങ്ങനെ ട്രാക്ക് ചെയ്യണം, അതുപോലെ ഓരോ സമയത്ത് ആ ഒരു ഫയർ ബട്ടൺ എങ്ങനെ മൂവ് ചെയ്യണമെന്നെല്ലാം അവനാൽ കൃത്യമായിട്ട് അറിയാമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കാര്യം അറിയില്ല. നിങ്ങൾ ജസ്റ്റ് വെറുതെ എങ്ങനെ എനിമിയെ കണ്ടാലും ഒരേ രീതി തന്നെ ട്രാക്ക് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളൊരു എനിമീനെ അടിക്കുമ്പോൾ ആ ഒരു എനിമീനെ എയിം വെക്കുന്നതിനുള്ള ഒരു പൊസിഷൻ ഉൾപ്പെടെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു എയിം ജസ്റ്റ് നിങ്ങൾ താത്തു വെക്കുകയാണെങ്കിൽ ചിലർക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ നേരെ ബോഡിയിലോട്ടായിരിക്കും ലോക്ക് ആവുന്നത്. പക്ഷേ ചില പ്ലേയേഴ്സ് ആ എയിം എപ്പോഴും നമ്മുടെ ഒരു ക്യാരക്ടറിൻ്റെ ഹെഡിൻ്റെ മേലോട്ടായിരിക്കും വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഹെഡിലോട്ട് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം കറക്റ്റായിട്ട് പഠിച്ചവർക്ക് മാത്രമേ പ്രൊഫഷണൽ രീതിയിൽ നല്ല രീതിക്ക് തന്നെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഗെയിം പ്ലേ ആരുടെയാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ARKFF-ൻ്റെ ആണ്. അപ്പോൾ ഞാൻ പണ്ടേ മുതൽ ഈ ഒരു പ്ലെയറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരൻ നിങ്ങൾ ഗെയിം പ്ലേ ശ്രദ്ധിച്ച് നോക്കുക. പുള്ളിക്കാരൻ ഇപ്പോൾ അടിക്കുന്നൊക്കെ തന്നെയാണ് പണ്ടും അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പല പ്ലേസ് കണ്ടിട്ട് ഹാക്കാണ് പാനലാണെന്നൊക്കെ പറയുമായിരിക്കും. അപ്പോൾ നമ്മുടെ ARKക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് ഇത് സാധിക്കും. അതിൻ്റെ മെയിനായിട്ടുള്ള ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ സെറ്റിങ്സ്. പല യൂട്യൂബേഴ്സും പറയുന്നതാണ് സെൻസിറ്റിവിറ്റി ജനറൽ 200 റെഡ് ഡോട്ട് 200 എല്ലാം ഫുള്ള് കൂട്ടി വെച്ചിട്ട് കളിക്കുകയെന്ന്. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ ഹെഡ് അടിച്ച് കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ സെറ്റിങ്സ് നോക്കിയാൽ മതി. ഒരിക്കലും അവർ ജനറൽ സെറ്റിങ്സും നമ്മുടെ റെഡ് ഡോട്ടിൻ്റെ സെറ്റിങ്സും ഒരേ സെൻസിറ്റിവിറ്റി ഇടൂല. അതുകൊണ്ട് കാര്യം നമ്മുടെ ജനറലിനെ കാട്ടി കുറവായിരിക്കും നമ്മുടെ റെഡ് ഡോട്ട് ഇടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ഗൺസിനും അടിക്കുമ്പോൾ അതിന് ഓരോ സെൻസിറ്റിവിറ്റി ഉണ്ട്. ഇപ്പം ചിലരുടെ കൺട്രോളിനാണെങ്കിൽ ഡെസേർട്ട് ഈഗിളിന് നല്ല രീതിക്ക് ഹെഡ് കയറുന്നുണ്ടായിരിക്കും, ചിലരുടെ കൺട്രോളിൽ നല്ല രീതിക്ക് തന്നെ വുഡ്പെക്കറിന് ഹെഡ് കയറും, ചിലരുടെ M18 ഹെഡ് കയറും, ചിലർക്ക് AR ഗൺസിന് ഹെഡ് കയറും. അപ്പോൾ പല കൺട്രോളിനും പല സെൻസിറ്റിവിറ്റിക്കും പല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ഒരു സെൻസിറ്റിവിറ്റി റെഡ് ഡോട്ടും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇതിൽ ഏത് കണ്ണാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നത് അതിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. ഓരോ കളിയിൽ ഓരോ സെൻസിറ്റിവിറ്റി സെറ്റിങ്സ് ഇട്ടാൽ ഒരിക്കലും നിങ്ങളുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഡിവൈസ് IQ9 ആണ്. അപ്പോൾ ആ ഒരു IQ9-നകത്ത് എൻ്റെ ജനറൽ സെറ്റിങ്സ് 200 ഇടും. അതിനൊക്കെ തന്നെ റെഡ് ഡോട്ട് സെറ്റിങ്സ് 55 ആണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ട് കളിക്കുമ്പോഴാണ് എനിക്ക് നല്ല രീതിക്ക് തന്നെ ഹെഡ് കയറുന്നത്. ഇപ്പോൾ ജനറൽ 200 ഇട്ട് റെഡ് ഡോട്ട് 200 ഇട്ടാൽ എൻ്റെ ഫോണിൽ ഹെഡ് കയറില്ല, നല്ല പാടാണ് കയറാനായിട്ട്. ബോഡിയിലൊക്കെ ലോക്കായിട്ട് നിൽക്കും ഫുള്ള് റീകോയിൽ അടിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എൻ്റെ ഫോണിൽ സെറ്റ് ആയിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി ഞാൻ തന്നെ കണ്ടുപിടിച്ചത്. അപ്പോൾ നിങ്ങൾ നോ സ്കിൽ സെൻസി പൈസ കൊടുത്ത് മേടിച്ചു, അതിനകത്ത് എന്താണ് ഉള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ആ ഒരു സംഭവം എന്താണുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ വെളിയിലത്തെ സെർവറിലുള്ള യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്, നമ്മുടെ YTF പോലത്തെ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഈ ഒരു സംഭവം സെയിലാക്കുന്നത് 2000-3000 രൂപയ്ക്കാണ്. നമ്മുടെ ഈ ഒരു കേരളത്തിൽ നമ്മുടെ ഒരു ഇന്ത്യൻ സെർവറിലൊക്കെ ഈ ഒരു പ്ലേസ് ഈ ഒരു നോ സ്കിൽ സെൻസി സെറ്റിങ്സ് സെയിലാക്കുന്നത് 500 റുപ്പീസ് അല്ലെങ്കിൽ 1000 റുപ്പീസ് 2000 വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഈ ഒരു 2000 അല്ലെങ്കിൽ 1000 രൂപ കൊടുത്ത് നിങ്ങൾ ഈ ഒരു നോ സ്കിൽ സെൻസി സെറ്റിങ്സ് മേടിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ജനറൽ അതിനങ്ങനെ റെഡ് ഡോട്ടിൻ്റെ കുറച്ച് സെറ്റിങ്സിനെ പറ്റിയുള്ള കുറച്ച് സെൻസിറ്റിവിറ്റി സെറ്റിങ്സിൻ്റെ കുറച്ച് കാര്യങ്ങളായിരിക്കും. രണ്ടാമത് അതിനകത്ത് കാണിക്കുന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ എങ്ങനെ ഒരു എനിമിയെ കാണുമ്പോൾ ട്രാക്ക് ചെയ്യണം എന്നുള്ളൊരു രീതിയിലുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് ലോങ് റേഞ്ച്, ഷോർട്ട് റേഞ്ച്, മിഡ് റേഞ്ച്. അപ്പോൾ ഇങ്ങനത്തെയുള്ള റേഞ്ചിലൊക്കെ ഒരു എനിമീസ് വന്നാൽ എങ്ങനെ നിങ്ങൾ ട്രാക്ക് ചെയ്യണം, അങ്ങനത്തെ ഏതൊക്കെ ട്രാക്കിംഗ് ടെക്നിക്സ് ഒക്കെ ആയിരിക്കും ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതിൽ അടുത്ത് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഗെയിമിലെ റീകോയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ സെൻസിറ്റിവിറ്റിയൊക്കെ ഇച്ചിരി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡെവലപ്പർ ഓപ്ഷനിൽ നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മൾ കാണാത്ത ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അതിനകത്തുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു നോ സ്കിൽ സെൻസി എന്ന് പറഞ്ഞ ഫയലിനകത്ത് ഉൾപ്പെടുന്നത്. ഈ ഒരു സെറ്റിങ്സ് കാര്യങ്ങളൊന്നും ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രസീലിയൻ പോലത്തെ സെർവറിലൊക്കെ പല പ്ലേസ് ഇത് 3000-4000 മേടിക്കുന്നത് ഓരോ ഫോണിൻ്റെ പ്രത്യേക സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോ സ്കിൽ സെൻസി സെറ്റിങ്സ് ഒക്കെ വെറും നല്ല രീതിക്ക് തന്നെ റേറ്റ് കുറവിൽ വേണമെങ്കിൽ ഞാനൊരു ടെലഗ്രാം ID മെൻഷൻ ചെയ്യാം.
ആ ടെലഗ്രാം ഐ ഡി നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. അതിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യാൻ മതി. പുള്ളിക്കാരൻ വെറും ജസ്റ്റ് 250 രൂപയ്ക്കാണ് ഈ ഒരു നോസ്കിൽ സെൻസി സെറ്റിംഗ്സ് കൊടുക്കുന്നത്. നമ്മുടെ ഗെയിം പ്ലേ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഫുൾ സെറ്റിംഗ്സ് ഉൾപ്പെടെ എല്ലാം നിങ്ങൾക്ക് 600-700 രൂപയ്ക്ക് മേടിക്കുന്നുണ്ട്. ആ സെയിം കാര്യങ്ങൾ തന്നെ ഇവിടെ ജസ്റ്റ് പുള്ളിക്കാരൻ വെറും 250 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെറുതെ തോനെ പൈസ കൊടുത്ത് ഈ സംഭവം മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്താണ് ഈ നോസ്കിൽ സെൻസി സെറ്റിംഗ്സ്, എന്താണ് ഇതിലുള്ളതെന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. അപ്പോഴത്തേക്കും ഇത് ഇത്രയും പൈസ കൊടുത്ത് മേടിക്കണോ വേണ്ടതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ മനസ്സിലായി കാണും. അപ്പോഴത്തേക്കും നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു കിടക്കാച്ച് വേറെ ലെവൽ വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.